എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ രണ്ടാമത്തെ ടോപ്പിക്കായ കലകൾ. ബയോളജിയിലെ ഒന്നാമത്തെ ടോപ്പിക് കോശങ്ങൾ മുന്നേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കലകൾ ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം. കലകൾ രണ്ട് വിധത്തിലുണ്ട്. ജന്തുകലകളുമുണ്ട്, സസ്യകലകളുമുണ്ട്. ആദ്യം നമുക്ക് ജന്തുകലകൾ പരിചയപ്പെടാം. ജന്തുകലകൾ പ്രധാനപ്പെട്ട ജന്തുകലകൾ ആവരണകലകൾ, നാഡീകലകൾ, യോജകകലകൾ, പേശീകലകൾ. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആവരണകല പേരിലുള്ളതുപോലെ തന്നെ ആവരണം ചെയ്തിരിക്കുന്നു, അതായത് ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൽപ്പത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗീരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. സംരക്ഷണം ആവരണകല ആയതുകൊണ്ട് തന്നെ സംരക്ഷണം കൂടാതെ ആഗീരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതും ആരാണ്? ആവരണകല. നാഡീകല നമുക്കറിയാം. എന്തിനാണ് നാഡീകല? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. പേശീകല പേശീകല എന്തിനാ? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരീരചലനം സാധ്യമാക്കുന്നു. നമ്മുടെ ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകല. യോജകകല പേര് തന്നെയുണ്ടല്ലേ, യോജിപ്പിക്കുന്നത്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകൾ. ഉദാഹരണം അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. ഓർത്തിരിക്കണം. ഉദാഹരണം അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. രക്തം ഒരു യോജക കലയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കണം. രക്തം ഒരു യോജക കലയാണ്. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുകയും ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന യോജക കലകളാണ് അസ്ഥിയും തരുണാസ്ഥിയും. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് നാരുകല. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജക കലയാണ് രക്തം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ടെൻഡനുകൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജകകല സ്നായുക്കൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ. പേശികളെയും അസ്ഥികളെയും ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ഇനി നമുക്ക് സസ്യകലകളെക്കുറിച്ച് പരിചയപ്പെടാം. സസ്യകലകൾ സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. SCERTയിലെ പോയിൻ്റാണ്, ഓർത്തു വെക്കണം. മെരിസ്റ്റമിക കോശങ്ങളുടെ ദ്രുതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. മെരിസ്റ്റമിക കലകളിൽ നിന്ന് വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നു. അടുത്തത് നമുക്ക് വിവിധ ഇനം സസ്യകലകൾ നോക്കാം. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നിവയാണ് വിവിധ ഇനം സസ്യകലകൾ. എന്തൊക്കെ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇനി അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരൻകൈമ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ക്ലോറൻകൈമ, ഏറൻകൈമ എന്നിവ സവിശേഷ ഇനം പാരൻകൈമ കോശങ്ങളാണ്. എന്താണ് പാരൻകൈമ? ഏറ്റവും ലഘുഘടനയുള്ളതും മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. കോളൻകൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ സ്ഥലം കോശങ്ങൾ ചേർന്നത്. എവിടെ? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമുള്ളതാണ് കോളൻകൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറൻകൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നത് സ്ക്ലീറൻകൈമ. എല്ലാ ഭാഗത്തും ഒരുപോലെ കാണപ്പെടുന്നത് സ്ക്ലീറൻകൈമ, മൂലകളിൽ മാത്രം കാണപ്പെടുന്നത് കോളൻകൈമ, മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണുന്നത് പാരൻകൈമ.
സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ആര്? സ്ക്ലീറൻ കൈമ. സംവഹന കലകൾ അല്ലെങ്കിൽ സങ്കീർണ കലകൾ. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന സംവഹനം ചെയ്യുന്ന കലയാണ് സംവഹന കലകൾ അല്ലെങ്കിൽ സങ്കീർണ കലകൾ. സങ്കീർണ കലകൾ അല്ലെങ്കിൽ സംവഹന കലകൾ രണ്ട് തരത്തിലുണ്ട്: സൈലം ആൻഡ് ഫ്ലോയം. സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട് പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്ന് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഫ്ലോയം വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് സൈലവും ഇല തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയവും. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.